ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കർവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മൂന്നാമത്തെ സൂത്രമാണ് ശാസ്ത്രയോനിത്വാത്. അഥാതു ബ്രഹ്മജിജ്ഞാസ ജന്മാദ്യസ്യേതഃ. മൂന്നാമത്തെ സൂത്രം ശാസ്ത്രയോനിത്വാത്. ഇതിന്റെ ഈ അധികരണത്തിന്റെ പേരാണ് ശാസ്ത്രയോനിത്വാധികരണം. അപ്പൊ ഈ ഒരു അധികരണത്തില് ശാസ്ത്രം ഏത് വിധത്തിലാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇത് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ വേദാന്തം മറ്റുള്ളവരിൽ നിന്ന്, മറ്റുള്ള ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നത് ഈ ശാസ്ത്രയോനിത്വാ എന്ന് പറഞ്ഞിരിക്കുന്ന സൂത്രം വ്യക്തമായി മനസ്സിലാക്കുന്നതിലൂടെയാണ്. ഈ ഒരൊറ്റ സൂത്രമാണ് എപ്രകാരമാണ് നാം പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നു. അതായത് നമ്മുടെ സ്ഥാനം നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് ഈ ഒരു സൂത്രം. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം, ശാസ്ത്രയോനിത്വ. ഇതിന് രണ്ട് തരത്തിലാണ് ഇത് വിഗ്രഹിക്കുന്നത്. ഒന്ന്, ശാസ്ത്രം യോനിഹി അസ്യ. ശാസ്ത്രം ഇതിന്റെ കാരണമാണ്. യോനിഹി കാരണം എന്നുള്ളത് അവിടെ നമ്മൾ പ്രമാണം എന്ന് പറയും. അപ്പൊ ശാസ്ത്രം ഇതിന്റെ പ്രമാണമാണ്. അത് ഒരു തരം, ഒന്നാമത്തെ വിഗ്രഹിക്കുക. രണ്ടാമത്തേത് ശാസ്ത്രസ്യ യോനിഹി. അതായത് ശാസ്ത്രത്തിന്റെയും കാരണമാണ് ഇത്. അപ്പൊ ഇവിടെ ചോദ്യം, ഈ ബ്രഹ്മം, അതായത് പറയപ്പെട്ടതായ ബ്രഹ്മം, അഥാതു ബ്രഹ്മജിജ്ഞാസ ജന്മാദ്യസ്യേതഃ, ഈ രണ്ട് സൂത്രങ്ങളിലൂടെയും നമ്മൾ കണ്ടത് ബ്രഹ്മം ജഗത് കാരണമാകുന്നു എന്ന് പറയുന്നത്. അപ്പൊ ജഗത് കാരണം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ ബ്രഹ്മം ഒന്ന് എപ്രകാരം നമുക്ക് അറിയാൻ സാധിക്കും, അവിടെയാണ് ശാസ്ത്രയോനിത്വ എന്ന് പറഞ്ഞിരിക്കുന്ന സൂത്രത്തിന്റെ പ്രസക്തി. അത് ശാസ്ത്രത്തിലൂടെ അറിയാവുന്നതാവുന്നു ബ്രഹ്മം. ശാസ്ത്രത്തിലൂടെ അറിയാവുന്നു എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിന്റെ അസ്തിത്വാവബോധത്തിന് പ്രമാണമായിട്ടുള്ളത് ശാസ്ത്രമാണ്. ശാസ്ത്രം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വേദത്തെയാണ്. അപ്പൊ ശാസ്ത്രയോനിത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേദത്തിലൂടെ അറിയാൻ സാധിക്കുന്നതാകുന്നു ബ്രഹ്മം. ബ്രഹ്മം വേദത്തിലൂടെ അറിയാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അന്യപ്രമാണ നിരാസം എന്നത് നമുക്കിവിടെ കാണാം. മറ്റു പ്രമാണങ്ങളിലൂടെ അറിയാൻ സാധിക്കാത്തതാകുന്നു ബ്രഹ്മം. വേദത്തിലൂടെ മാത്രം അറിയുവാൻ സാധിക്കുന്നതാവുന്നു ബ്രഹ്മം. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. പല പ്രമാണങ്ങളിലൂടെയും ഇതിനെ തന്നെ അറിയുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പല വഴികളിലൂടെയും ഇതിലേക്ക് തന്നെ എത്തുന്നു എന്ന് പറയുന്നത് പോലെ പല മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ഈ ബ്രഹ്മത്തെ അറിയുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു മേഖലയില് തെറ്റായി മാറുന്നു. കാരണം ശാസ്ത്രയോനിത്വ എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രം മാത്രമാകുന്നു ഏക പ്രമാണം, അല്ലെങ്കിൽ കേവലമായിട്ടുള്ള പ്രമാണം എന്ന് പറയും. ഒറ്റയൊരു പ്രമാണത്തിലൂടെ മാത്രമേ ബ്രഹ്മത്തെ അറിയുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ
ഇവിടെ ഇവിടെ യോനിഹി എന്നതിന് പ്രമാണം എന്നർത്ഥം കൊടുക്കുന്നു. അപ്പൊ അത് വിഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്. ഋഗ്വേദാദേ ശാസ്ത്രസ്യ. അപ്പൊ ഈ നമ്മുടെ ഈ ശാസ്ത്രം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഋഗ്വേദം തുടങ്ങിയിട്ടുള്ളതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ 4 വേദങ്ങളുടെയും കൂടെ രൂപമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശാസന ത്രായത്തെ, ഇത് ശാസ്ത്രം. അതുകൊണ്ട് ഈ ഉപദേശത്തിലൂടെ രക്ഷിക്കുന്നു ആര്? ജീവാത്മാവിനെ. ഒരു ജീവാത്മാവിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രം എന്ന് പറയുന്നതന്നെ ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ സ്വയം ബ്രഹ്മത്തിന്റെ സ്വയം ബ്രഹ്മത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അകാരണമായിട്ടല്ല ശാസ്ത്രം ഉണ്ടാകുന്നത്. ശാസ്ത്രം എന്ന് പറയുന്നത്, ഉപദേശം എന്ന് പറയുന്നത് ശാസന. ശാസന എന്ന് പറഞ്ഞ ഉപദേശ, ഉപദേശിക്കുന്നതിലൂടെ ശാസന ത്രായതേ രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കുന്നു. ആരെ രക്ഷിക്കുന്നു? ആർക്കാണോ രക്ഷ വേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ശാസ്ത്രം ഉപദേശിക്കുന്നത് അറിയാത്തതിനെ അറിയിച്ചിട്ട് നമ്മളെ രക്ഷിക്കുന്നു. ഇല്ലാത്തത് ഉണ്ടാക്കുന്നതല്ല ശാസ്ത്രം, പകരം അറിയാത്തത് അറിയിപ്പിക്കുന്നു. അതില് ഈ ശാസ്ത്രം 2 തരത്തിലാണ്. ഒന്ന്, വ്യാവഹാരിക ലോകത്തെ അറിയിച്ചുകൊണ്ട് അവിടെ രക്ഷിക്കുന്നു. 2, പാരമാർത്ഥിക സത്യത്തെ അറിയിച്ചുകൊണ്ട് അവിടെയും ജീവാത്മാവിന്റെ സകല ദുരിതത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് രക്ഷിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഈ വേദം ഈ 2 മേഖലയിലും, ഒന്ന് വ്യവഹാരത്തിന്റെ അശുഭങ്ങളെ നീക്കുന്നു, 2 വ്യവഹാരത്തെ തന്നെ നീക്കിയിട്ട് പരമാർത്ഥ ജ്ഞാനം നൽകുന്നു. അപ്പൊ ഇങ്ങനെ 2 തരത്തിലും ഉള്ളത് കാരണമാണ് ഇതിനെ ശാസ്ത്രം വേദം എന്നിവിടെ പറയാൻ കാരണം. വേദമല്ലാതെ മറ്റു ശാസ്ത്രങ്ങൾ, മറ്റുള്ളവയൊന്നും തന്നെ ഇവിടെ ശാസ്ത്രമായിട്ട് പരിഗണിക്കുന്നില്ല. അല്ലാതെ ഉടൻ തന്നെ നമ്മളിത് ഇതിനെ സയന്റിഫിക് അപ്രോച്ച് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് വേദമാവത്തില്ല. അപ്പൊ സയൻസ് എന്നും സയന്റിഫിക് അപ്രോച്ച് എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ലോജിക്കൽ അനാലിസിസ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ എടുത്ത് പറയുന്നു എന്നതുകൊണ്ട് അതൊന്നും ശാസ്ത്രമാവത്തില്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേദം മാത്രമാണ്. അപ്പൊ വേദം എന്നവിടെ നമ്മൾ പറയുമ്പോൾ വേദത്തിന്റെ യഥാതഥമായ രൂപം എന്നതിനും അതിന് അർത്ഥത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അതിനകത്ത് ചിലപ്പോൾ വേദമന്ത്രങ്ങൾ എന്നുള്ളതിനേക്കാൾ ആ വേദമന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഈ വേദവും വേദസംബന്ധവുമായിട്ടുള്ളതെല്ലാം വേദം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നു. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല് ആയുർവേദം, വേദത്തിന്റെ തന്നെ ഉപവേദം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിപ്പം വേദാംഗം, ശിക്ഷാകല്പം, വ്യാകരണം, നിരുക്തം, ചമ്പത്ത്, ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പറഞ്ഞു. അതായത് ഇതൊക്കെയാണ് നമുക്ക് പുരുഷാർത്ഥത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഈ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് പുരുഷാർത്ഥം. ഈ ജീവന്റെ രക്ഷ ലഭിക്കുന്നതായ എന്തും നമുക്ക് ഈ 4 തന്നെ പെടുത്താൻ പറ്റത്തുള്ളൂ. അത് പുരുഷാർത്ഥത്തിൽ പെടുത്താൻ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പോക്ക്. അപ്പൊ ഇവിടെ നമ്മള് ദുരിതത്തിൽ നിന്നും ശാന്തി നൽകുന്നു, ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഈ ദുരിതം, ആത്യന്തികമായിട്ടുള്ള ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സത്യാവബോധം കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അപ്പൊ ഉദാഹരണത്തിന് ഒന്ന് സ്വപ്നത്തിൽ കിടക്കുന്നവൻ ദുരിതം അനുഭവിക്കുമ്പോൾ സ്വപ്നത്തിൽ തന്നെ ഒരു പരിഹാരമായിട്ട് വരുന്നു. സ്വപ്നത്തിൽ കിടക്കുന്നവൻ ദുരിതം അനുഭവിക്കുമ്പോൾ അവനെ സ്വപ്നത്തിൽ നിന്നും മുക്തനാക്കുന്നു, അവനെ ഉണർത്തുന്നു. ഈ 2 തരത്തിലുള്ള പരിഹാരം. ഇതിനാദ്യത്തിനെയാണ് വ്യാവഹാരിക പരിഹാരം എന്ന് പറയുന്നത്, രണ്ടാമത്തേതിനെയാണ് പാരമാർത്ഥിക പരിഹാരം എന്ന് പറയുന്നത്. വ്യവഹാരത്തിൽ കെട്ടുകിടന്നുള്ളുന്ന ജീവന് വ്യവഹാരത്തിൽ തന്നെ ശുഭത്തെ നൽകുന്ന എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തി കൊടുക്കുമ്പോൾ അത് വ്യാവഹാരികം.
പിന്നെ വ്യവഹാരത്തിന് തന്നെ അതീതമായിട്ട് പരമാർത്ഥ അവബോധം ലഭിക്കുമ്പോൾ അതിനെ പാരമാർത്ഥികം. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ, വേദത്തിന്റെ സ്ട്രക്ചർ. അപ്പൊ അതില് പൂർവകാന്ഡം വ്യവഹാരത്തിനും, അതായത് വ്യവഹാരത്തിലെ ധർമാർത്ഥ കാമങ്ങൾക്കും, പിന്നീട് ഉത്തരകാന്ഡം അല്ലെങ്കിൽ വേദാന്തം മുക്തിക്കും അല്ലെങ്കിൽ മോക്ഷത്തിനും വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ബ്രഹ്മത്തിന്റെ, അപ്പൊ ശാസ്ത്ര യൂനിത്വാദ് എന്നുള്ളത് ഈ കഴിഞ്ഞ ജന്മാദ്യസ്യതഃ എന്ന് പറഞ്ഞ സൂത്രത്തിന്റെ ഭാഗമായി അതിന്റെ തുടർച്ചയായിട്ടുള്ളതിനാൽ ഇവിടുത്തെ പ്രകൃത വിഷയം ബ്രഹ്മമാവും. ബ്രഹ്മത്തെ കുറിച്ചാണ് നമ്മള് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ സ്വർഗാദികളുടെ ജ്ഞാനത്തിന്റെ ആവശ്യം ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബ്രഹ്മമാകുന്നു ഇവിടുത്തെ ചർച്ചാ വിഷയം. ശാസ്ത്ര യൂനിത്വാദ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെ കുറിച്ചാവും. അപ്പൊ ബ്രഹ്മവും ശാസ്ത്രവും തമ്മിലുള്ള സംബന്ധം എന്താകുന്നു എന്നതാണ് ഈ ഒരു സൂത്രത്തിൽ കാണിക്കുന്നത്. ഒന്ന്, ഇതിന്റെ സംബന്ധം ഇതാണ്. ബ്രഹ്മത്തെ നമുക്ക് ബോധിപ്പിക്കുന്നത് ശാസ്ത്രമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രഹ്മം എന്ന് പറയുമ്പോൾ സത്യമായി, അത് ബ്രഹ്മം എന്നുള്ള വാക്ക് അറിയാത്തവർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഈശ്വരൻ എന്നത്. അപ്പം ബ്രഹ്മം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മള് ഒരേ അർത്ഥത്തിൽ തന്നെ ഇപ്പൊ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈശ്വര ജ്ഞാനത്തിന്റെ പ്രമാണം എന്താകുന്നു. അപ്പൊ ചിലര് പറയുന്നു ഈശ്വരനെ ഞാൻ പ്രത്യക്ഷ ദർശനത്തിലൂടെ ഈശ്വരന്റെ അസ്തിത്വം മനസ്സിലാക്കിയിരുന്നു. അപ്പം പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ അവിടെ ചക്ഷുരിന്ദ്രിയ പ്രത്യക്ഷമാണ്. കണ്ട് ഈശ്വരനെ ഞാൻ കൺകുളിർക്ക് കണ്ടു, അങ്ങനെയൊക്കെ പറയാനുള്ള പ്രയോഗങ്ങളുണ്ട്. അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ ഈ കാണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ഷുരിന്ദ്രിയത്തിന്റെ വിഷയമാണ്. അത് അന്തർചക്ഷുരിന്ദ്രിയം മനസ്സിലുണ്ട്, പിന്നെ ബാഹ്യചക്ഷുരിന്ദ്രിയമാണ് പുറത്തുള്ളത്. അപ്പൊ ഇത് രണ്ടിനും ഒരേ സ്ഥാനം തന്നെയാണ്. സ്വപ്നത്തിലുള്ളതിനും വ്യവഹാരത്തിലാണെങ്കിലും നമ്മൾ ജാഗ്രതയിൽ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും ചക്ഷുരിന്ദ്രിയത്തിന്റെ സ്ഥാനത്തിലാണ് കാണുന്നത്. ഒന്ന് സൂക്ഷ്മ തലത്തിൽ കാണുന്നു, മറ്റൊരു സ്ഥൂലതലത്തിൽ കാണുന്നു, വസ്തുവിനെ കാണുന്നതിന് മാത്രം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈശ്വരനെ കണ്ടു എന്ന് പറയുമ്പോൾ അത് ചക്ഷുരിന്ദ്രിയ വിഷയമാണ്. ചക്ഷുരിന്ദ്രിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ഷുപ്രമാണ വിഷയമാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയ പ്രത്യക്ഷ സ്ഥാനമാണ്. ഒരു പ്രമാണം ഇവിടെ ചക്ഷു എന്ന് പറയുന്നത് പ്രമാണമാകുന്നു. ഈശ്വര ദർശനേ എന്ന് പറഞ്ഞാൽ സത്യമാകുന്നു. അപ്പൊ ശാസ്ത്രയോനിത്വാദ് എന്ന സൂത്രപ്രകാരം ശാസ്ത്രം മാത്രമാകുന്നു ബ്രഹ്മത്തെ അറിയിക്കുന്നത്. മറ്റു പ്രമാണങ്ങൾക്ക് ബ്രഹ്മത്തെ അറിയിക്കുവാനുള്ള യോഗ്യതയില്ല. അവൻ ചുരുക്കത്തില് കണ്ടു ഞാൻ പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ സൂത്രത്തിന് വിരോധമായി. അതുകൊണ്ടാണ് ആലോചിച്ച് നോക്കിക്കേ, ഈ സൂത്രം നമ്മളെ കൊണ്ട് എവിടെ എത്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ഇന്നോളവും ആൾക്കാർ ഞാൻ ഈശ്വരനെ കാണുന്നു, എൻ്റെ മുന്നിൽ കാണുന്നു, എൻ്റെ കൂടെ ഒപ്പം കളിക്കുന്നു എന്നൊക്കെ പറയുന്നത് വ്യവഹാരത്തിൽ തന്നെയാകുന്നു, പാരമാർത്ഥിക സത്യമല്ല. പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിലൂടെ അറിയുന്ന ബ്രഹ്മമാകുന്നു പാരമാർത്ഥികം. വ്യവഹാരത്തിലൂടെ അറിയുന്ന ഈശ്വരൻ അതിനാല് പാരമാർത്ഥികം അല്ല എന്ന് നമ്മളെ ഈ സൂത്രം പഠിക്കുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ശാസ്ത്രം പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രമാണ നിരൂപണം നടത്തിയിട്ടുണ്ട്. അതില് എവിടെയാണ് ശാസ്ത്രത്തിന്റെ സ്ഥാനം കിടക്കുന്നത്? അവിടെയാണ് നമ്മള് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, അർത്ഥാപത്തി, അനുപലബ്ധി, ശബ്ദം, ഇങ്ങനെയുള്ള ഷഡ്പ്രമാണങ്ങളെ കുറിച്ച് പറയും. പ്രമാണപടവഹ എന്ന് പറയും. പ്രമാണങ്ങളെ നല്ലതുപോലെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നൈയായികന്മാർ, ന്യായം പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിലൂടെ നമുക്ക് ശബ്ദം എന്ന് പറയുന്ന അവസാനത്തെ പ്രമാണത്തിൽ, ഈ ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശാസ്ത്രം. അവിടെ ആ ശാസ്ത്രം ഒന്ന് പരോക്ഷ ശബ്ദം എന്നും രണ്ട് അപരോക്ഷ ശബ്ദം എന്ന് രണ്ടായിട്ട് വേർതിരിച്ചിരിക്കുന്നു. അപ്പം പരോക്ഷ ശബ്ദ പ്രമാണം, അപരോക്ഷ ശബ്ദ പ്രമാണം. അപ്പോൾ പരോക്ഷ ശബ്ദ പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത് പരോക്ഷ വിഷയേ പ്രമാണം യത്.
പരോക്ഷ വിഷയേ പ്രമാണം ശാസ്ത്രമേവ. അപ്പൊ പരോക്ഷ വിഷയം ഏതാ? പരോക്ഷ വിഷയം തന്നെ പരോക്ഷത്തിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നിത്യപരോക്ഷം, രണ്ട് അനിത്യപരോക്ഷം. അപ്പൊ നിത്യപരോക്ഷത്തിന്റെ വിഷയമായിട്ടാണ് കിടക്കുന്നത് സ്വർഗാദികള്. ദേവന്മാരുടെ അസ്തിത്വം, അതുകൊണ്ടാണ് പരോക്ഷപ്രിയാഹ ദേവാഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. പരോക്ഷത്തിലാണ് ദേവന്മാര്, പരോക്ഷത്തിലാണ് സ്വർഗം. കാരണം സ്വർഗവാസികളാണ് ദേവന്മാർ. ഇത്രയും സിമ്പിൾ. ദേവൻ എവിടെ വസിക്കുന്നു? സ്വർഗത്ത് വസിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരോ? ഭൂമിയിൽ വസിക്കാൻ യോഗ്യതയുള്ളവരെയാണ് മനുഷ്യരെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യർ. ദേവന്മാർ ഭൂമിയിൽ വന്നാല്, ഭൂമിയിൽ ദേവന്മാർ വന്നാൽ അവര് മനുഷ്യരോ അല്ലെങ്കിൽ മനുഷ്യർക്ക് സമാനമായിട്ട്, ഇപ്പൊ മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുഷ്യലോകത്തിലുള്ള ജീവജാലങ്ങളിൽ ഒന്നായിട്ട് മാത്രമേ അവർക്ക് നിലനിൽക്കാൻ സാധ്യമാവത്തുള്ളൂ. അവര് സ്വന്തമായിട്ട് നിലനിൽക്കുന്നത് ദേവലോകത്താണ്. അതുകൊണ്ടാണ് ദേവലോകവാസികളെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. ദേവന്മാർ എന്നുള്ളതിന്റെ നിർവചനം തന്നെ അതാണ്. എന്താണ് നമുക്ക് ദേവലോകേ വസതി ദേവ എന്ന്. അപ്പം ദേവലോകത്ത് വസിക്കാൻ സ്വർഗം ദേവലോകത്തിൽ ഒന്ന് മാത്രം. അപ്പം ദേവലോകം മിനിമം നമുക്ക് ഈ ഒരു നിർവചനം കൊടുക്കാം. അസുരലോകം, മനുഷ്യലോകം, ദേവലോകം, ഇങ്ങനെ 3 ലോകങ്ങളുള്ളതിൽ ദേവലോകത്ത് വസിക്കുന്നവർ ദേവന്മാർ. അപ്പൊ അവരൊരിക്കലും മനുഷ്യലോകത്തില് അവർ വരില്ല. അപ്പൊ മനുഷ്യലോകത്തിൽ വന്നാൽ മനുഷ്യനാണ് ചുരുക്കത്തില്. അതുകൊണ്ടാണ് നമുക്ക് ഈ അവതാരങ്ങളെല്ലാം മനുഷ്യാകാരമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യാകാരം തന്നെ ആവണമെന്നില്ല, മനുഷ്യലോകത്തിലുള്ളതായിട്ടുള്ള ഏതെങ്കിലും ഒരു ആകാരത്തിൽ, ആ ആകാരത്തിലാണ് പല വിധത്തിലുള്ള മൃഗങ്ങളായിട്ടോ പക്ഷികളായിട്ടോ ഒക്കെ രീതിയിൽ പ്രകടമാകുന്നത്. കഥകൾ, പുരാണ കഥകളാണ്. നമുക്ക് ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം: മനുഷ്യാകാരത്തിൽ കാണുന്നു എങ്കിൽ മനുഷ്യൻ എന്നുള്ള സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. മൃഗാദികളുടെ ആകാരത്തിലാണ് കാണുന്നതെങ്കിൽ മൃഗം എന്നുള്ള സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ പരിമിതത്വവും അപരിമിതത്വവും എല്ലാം ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ആ ഈശ്വരൻ അവിടെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. പകരം ഇവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷം തുടങ്ങിയിട്ടുള്ള ഈ പ്രമാണങ്ങളുടെ അവസാനം നമ്മൾ കണ്ട ശബ്ദപ്രമാണം പരോക്ഷ വിഷയത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം ആ പരോക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് നിത്യപരോക്ഷമായ സ്വർഗാദികളെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അനിത്യപരോക്ഷങ്ങളായ കണ്ണിന്റെ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ഹിമാലയം പ്രത്യക്ഷമല്ല, അത് പരോക്ഷമായിട്ടാണ് കിടക്കുന്നത്. കാരണം ഇപ്പൊ നമ്മുടെ കണ്ണിന് മുമ്പിലില്ല, അത് അക്ഷങ്ങൾക്ക് പരമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അക്ഷങ്ങൾക്ക് വിധേയമായിട്ടല്ല ഇപ്പം നിൽക്കുന്നത്. അവിടെ പോയെങ്കിൽ മാത്രമേ കാണൂ. അപ്പൊ അങ്ങനെ വരുന്ന പരോക്ഷമല്ല എന്ന് ഉദ്ദേശിക്കുന്നത്. പരോക്ഷം എന്ന് പറഞ്ഞാല് വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജീവന്റെ ഗതിയില് കാണുന്ന ലോകങ്ങളും ജീവന്റെ ഗതിയും, പിന്നെ ഈശ്വരന്മാര്, പിന്നെ ഈശ്വരൻ, ദേവന്മാര്, ഈശ്വരന്മാര് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു അർത്ഥത്തിൽ തന്നെയാണ്. പിന്നെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ എന്നുള്ള ദേവന്മാര്, ഇങ്ങനെ എന്തൊക്കെയാണോ നമ്മള് ഈ പുരാണങ്ങളിലൂടെയും വേദങ്ങളിലൂടെയും ഒക്കെയുള്ള കേട്ടിരിക്കുന്നത്, അവയെല്ലാം ഉള്ളത് പരോക്ഷ വിഷയങ്ങളായിട്ടുള്ളവയാണ്. അവയെല്ലാം പരോക്ഷ ശബ്ദ പ്രമാണത്തിലൂടെ മാത്രം അറിയാൻ സാധിക്കുന്നു. ഇവയെല്ലാം പരോക്ഷ ശബ്ദ പ്രമാണത്തിലൂടെ അറിയാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ വന്നാൽ ഓരോ ദേവനും ഉണ്ട് എന്നത് വേദത്തിലൂടെ മാത്രം അറിയപ്പെട്ടതാകുന്നു. അതുകൊണ്ടാണ് വായുഹു ദേവത എന്ന് നമ്മൾ പറഞ്ഞു. വായുർ ദേവത എന്ന് പറഞ്ഞാല് ഇത് ചക്ഷുപ്രത്യക്ഷത്തിനോ അല്ലെങ്കിൽ ഇന്ദ്രിയ പ്രത്യക്ഷങ്ങൾക്കോ വിഷയമായിട്ട് ഒരുവൻ അറിഞ്ഞതല്ല ഇത് ദേവതയാണെന്ന്. പകരം വേദത്തിൽ പറഞ്ഞിരിക്കുന്നു വായു ദേവതയാണ്, അതിനാൽ വായു ദേവതയായി. ഇങ്ങനെയാണ് അതിന്റെ പോക്ക്, അല്ലാതെ നമ്മൾ മറ്റൊരു രീതിയിലല്ല പോകും. അപ്പൊ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആകുന്നു ദേവത. അപ്പൊ മറ്റുള്ളിടത്ത്
മറ്റുള്ള വ്യവഹാരങ്ങളിൽ പറയപ്പെടുന്ന രീതിയിലുള്ളതല്ല ദേവതകൾ എന്ന് പറഞ്ഞു. അപ്പൊ ഈ തരത്തിൽ നമ്മൾ ഇതിനെ ഈ ഈ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി എടുക്കണം. അതായത് സ്വാനുഭവത്തിലൂടെയുള്ളതിനെ പ്രമാണം എന്ന് പറയത്തില്ല. ഏത് ഈ ശാസ്ത്ര പ്രമാണം, സ്വാനുഭവത്തിലൂടെയുള്ളതിനെ ശാസ്ത്ര പ്രമാണം എന്ന് പറയത്തില്ല. അത് രണ്ടാമത്തേത് ഈ ചക്ഷുരാദി പ്രമാണത്തിലൂടെയുള്ളതിനെയും ഇവിടെ ശാസ്ത്ര പ്രമാണം എന്ന് പറയത്തില്ല. പിന്നുള്ളത് ഒന്ന് വേദത്തിലൂടെ കിട്ടുന്ന അറിവിനെ മാത്രമാണ് ശാസ്ത്ര പ്രമാണത്തിലൂടെ ലഭിച്ചിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വേദം മാത്രമാകുന്നു ശാസ്ത്രം. ഇപ്പൊ നമ്മുടെ ഒരു വലിയ കൺഫ്യൂഷൻ അവിടെ നിന്ന് മാറി. പിന്നെ വേദത്തിന്റെ വ്യാഖ്യാനമായിട്ട് വേദം പറയുന്നത് നമുക്ക് മനസ്സിലാവാത്തത് കാരണം അത് സരളമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് അതാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഈ പ്രമാണത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും സ്വീകരിക്കും. അത് സത്യമാവണമെന്നില്ല. കാരണം ഒരാളുടെ വ്യാഖ്യാനമാണ്. ഒരാൾ ഇങ്ങനെ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് ഒരാൾ വ്യാഖ്യാനിച്ചു എന്നതുകൊണ്ട് അത് സത്യമാവണമെന്നില്ല. വേദം സത്യമാണ്. പക്ഷെ അതുകൊണ്ട് വേദത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ പറയാം. ഒരാൾ അതിനെ സംസ്കൃതത്തിൽ തന്നെ വ്യാഖ്യാനിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ മറുഭാഷയിലേക്ക് മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തി പറഞ്ഞു എന്ന് വരാം. ഇങ്ങനെ പല രീതിയിൽ വരാം. അപ്പൊ ഇതിനകത്ത് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കി പറഞ്ഞു എന്ന് വരാം. കാരണം ദേവതോപാസനയും ഈശ്വരോപാസനയും എന്ന് പറയുന്നതും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വിഷയമാണ്. പിന്നെ മുക്തിക്ക് കാരണമായിട്ടുള്ളത് ദേവതോപാസനയാണോ ഈശ്വരോപാസനയാണോ ഈ ജ്ഞാനമാണോ, ഈ മേഖലയൊന്നും വ്യക്തത ഇല്ലാതെ ഇതെല്ലാം വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ പ്രമാണം ആണ് എന്ന് പറഞ്ഞ രീതിയിലൊക്കെ പലരാലും പല രീതിയിലും അവതരിപ്പിക്കാം. പക്ഷെ അവരെല്ലാവരുടെയും പറച്ചിലൊന്നാണ്, ഇത് വേദത്തിനെ ആസ്പദമാക്കിയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ആരുടെയാണ് മൈക്ക്? ആരുടെയോ മൈക്ക്? അനിലിന്റെ ആണ് കേട്ടോ. അനിൽകുമാർ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് വേദത്തിന്റെ ഈ ഒരു സ്ഥാനം നമ്മൾ കാണണം. അതായത് ദേവതകളെ കുറിച്ചോ സ്വർഗാദികളെ കുറിച്ചോ ഒക്കെയുള്ള ജ്ഞാനം നൽകുന്നത് ഒരാളുടെയും അനുഭവത്തിലൂടെയല്ല, പകരം വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒറ്റ രീതിയാണ്. അപ്പോൾ മാത്രമാണ് അതിന് പ്രമാണം എന്ന് പറയുന്നത്. ഇനിയിപ്പം വേറൊരാൾ പറയുകയാണ് ഈശ്വരനെ ഞാൻ കണ്ടു, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അതാണ് എനിക്ക് പ്രമാണമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമുള്ളതാണ്, പകരം ഇത് മറ്റുള്ളവർക്കുള്ളതല്ല. കാരണം അവരുടെ വാക്കിനെ മറ്റുള്ളവർ മാനിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ കണ്ടു എന്ന് പറഞ്ഞതിന് മറ്റൊരാളത് അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ചക്ഷുപ്രമാണം അതിനാൽ സത്യമാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞു നടക്കുന്നു. അപ്പം ആരുടെ ചക്ഷുപ്രമാണമാണ്? കണ്ടവന്റെ ചക്ഷുപ്രമാണമാണ്, അല്ലാതെ ഈ പറയുന്നവന്റെ ചക്ഷുപ്രമാണമല്ല. അപ്പം അവിടെ ഈ പറഞ്ഞു നടക്കുന്നവൻ അവിടെ ഉദ്ധരിക്കുന്നത് ഒരു ആപ്തവാക്യം, മറ്റൊരാൾ കണ്ടു എന്ന് പറഞ്ഞു നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് മറ്റൊരാൾ കണ്ടു, മറ്റൊരാളുടെ അനുഭവമാണ് എന്ന് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ശബ്ദം ഈ വ്യക്തി ചെയ്യുന്നത് പറഞ്ഞാൽ ശബ്ദം പ്രമാണമായിട്ട് കൊണ്ട് നടക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരുവൻ സ്വയം തന്നെ പറയുകയാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പൊ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രമാണം മറ്റൊരാൾ അതിനെ പ്രമാണം എന്ന് പറയത്തില്ല. അപ്പൊ അതിനെ പറയുന്നത് വ്യക്തിനിഷ്ഠമായ അനുഭവം എന്നാണ്. ഒരാളുടെ അനുഭവം അയാൾക്കല്ലാതെ മറ്റൊരാൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ അതൊരു സർവർക്കും അതേ രീതിയിൽ കാണാൻ സാധ്യമാകുന്നുണ്ടെങ്കിൽ ആ വിഷയ ദർശനം സത്യമാകും. അതല്ലാതെ ഒരുവന്റെ മാത്രം ദൃഷ്ടിയിൽ അത് കാണുകയും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കാണാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ഒരു തോന്നൽ എന്ന് മാത്രമേ പറയത്തുള്ളൂ, അല്ലാതെ സത്യമായിട്ടുള്ളത് എന്ന് പറയത്തില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആഭാസം, അവിടെയാണ് ഈ വാക്ക് ആഭാസം. അത് ചക്ഷുവിനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു ആഭാസം, അതായത് സർപ്പദർശനം പോലെ, സർപ്പത്തെ കണ്ടതുപോലെ. അപ്പൊ അതിങ്ങനെ വരുമ്പോൾ അവിടെ ചക്ഷുദോഷം കൊണ്ടാവാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണമാവാം, ചക്ഷുവിന്റെ എക്സ്ട്രാ കഴിവ് കൊണ്ടാവാം, നമ്മൾ എന്തിനൊന്നും പറയണ്ട. പക്ഷെ അതൊന്നും പ്രമാണമായിട്ട് ചെയ്യും.
പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് കോമൺ പ്രോപ്പർട്ടിയാണ്, എല്ലാവർക്കും ഉള്ളതാണ്, അല്ലാതെ ഇത് സ്വകാര്യമായിട്ടുള്ള ഒന്നല്ല. യാതൊന്ന് എല്ലാവരെയും ഒരുപോലെ അറിയിക്കാൻ സാമർഥ്യമുള്ളതായിട്ട് തീരുന്നുവോ അതിനെയാണ് പ്രമാണം എന്ന് പറയുന്നത്. ചക്ഷു ഏതൊരാള് അവനവന്റെ ചക്ഷു കൊണ്ട് നോക്കിക്കഴിഞ്ഞാലും ഒരു 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 പുഷ്പത്തെ പുഷ്പമായിട്ട് തന്നെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ സർവ വ്യക്തികളുടെയും ദൃഷ്ടിയിൽ പുഷ്പം പുഷ്പം തന്നെയാണ് എങ്കിൽ അവിടെ പുഷ്പത്തെ അറിയിക്കാനുള്ള പ്രമാണം ചക്ഷുവാണ്. അതല്ലാതെ ഒരുവന്റെ ദൃഷ്ടിയിൽ അവിടെ ഒരു ആനയെ കാണുകയും മറ്റൊരുവൻ പറയുകയാണ് അതൊരു ഘടമാണെന്ന് പറയുകയും വേറൊരുവൻ പറയുകയാണ് അതൊരു സർപ്പമാണെന്ന് പറയുകയും മറ്റൊരുവൻ പറയുകയാണ് അത് ഒരു കഴുതയാണെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് വേറൊരാൻ പറയാണ് അത് നിങ്ങൾ പറയുന്ന ഒക്കെ എല്ലാം തെറ്റാണ്, പകരം അവിടെ ഒരു പുഷ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 പേരില് 5 പേര് ഒന്നിനെ തന്നെ 5 തരത്തിൽ പറഞ്ഞു. എന്നിട്ട് പിന്നെ ആറാമൻ വന്ന് പറയുകയാണ് 5 പേരും പറഞ്ഞ ഒരു സ്ഥലത്തെ നോക്കിക്കൊണ്ടാണല്ലോ 5 പേരും 5 വിധത്തിൽ പറഞ്ഞത്, അതുകൊണ്ട് 5 പേരിൽ അറിയപ്പെടുന്നതും ഒരേ സാധനം തന്നെയാണ് എന്ന് ആറാമനും വന്നു പറഞ്ഞു. അപ്പൊ ആറാമൻ വന്ന് പറഞ്ഞത് സത്യമാണ് എന്ന് ചിലര് പറയും, ഓരോരുത്തരും പറഞ്ഞത് സത്യമാണ് എന്ന് ചിലര് പറയുന്നു, 6 പേരും പറഞ്ഞത് സത്യമല്ല എന്നും മറ്റൊരാൾ പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇവിടെ ഒന്നും പ്രമാണമായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരുടെയും അത് അവര് ഏത് മീൻസ് ഓഫ് നോളജ് അവര് സ്വീകരിച്ച ജ്ഞാന ഉപകരണം, ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഉപകരണം അവിടെ അത് ഒരു ജ്ഞാനത്തിന്റെ ഉപകരണം എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെഷർമെന്റ് നമ്മൾ സാധാരണ രീതി പറയുന്നത്. ഇപ്പോൾ 1 കിലോ ആപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തൂക്കം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ 1 കിലോ, വേറൊരാൾ വേറൊരു തൂക്കം എടുത്തിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ കിലോ 1 കിലോ, വേറൊരു തൂക്കം എടുത്തിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ 1 കിലോ. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞിട്ട് 6ആമൻ പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞത് ഒരെണ്ണത്തിനകത്ത് 1 കിലോ എന്ന് പറയുമ്പോൾ 3 ആപ്പിൾ, ഒരെണ്ണത്തിനകത്ത് 1 കിലോ എന്ന് പറയുമ്പോൾ 8 ആപ്പിൾ, ഒരെണ്ണത്തിനകത്ത് 1 കിലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പല രീതി, അല്ലെങ്കിൽ 4 ഓറഞ്ച്, ഇങ്ങനെ പല രീതിയിലുള്ളതെല്ലാം കൂടെ പറഞ്ഞിട്ട് 6ആമൻ പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞത് സത്യമാണ് എന്ന് പറയുന്നു. 7ആമൻ പറയുന്നു നിങ്ങൾ ഒന്നും പറഞ്ഞതും സത്യമല്ല, പിന്നെ സത്യം എന്താണെന്ന് ആർക്കും ഒരിക്കലും അറിയാനും പറ്റത്തില്ല, 1 കിലോ എന്താണെന്ന് ആർക്കും ഒരിക്കലും അറിയാൻ പറ്റത്തില്ല എന്ന് 7ആമൻ പറഞ്ഞു. അപ്പൊ ഇത്രയും പേരും പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നടക്കുന്നത് അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് പോകുന്ന പോക്ക്. ഒരാൾ പറയുന്ന ഒരാളുടെ ഭഗവാൻ ഈ ദേവനെ നോക്കി ഈ തരത്തിലാണ്, വേറൊരാൾ പറയുന്ന ആ തരത്തിലാണ്, മൂന്നാമൻ വേറൊന്ന് പറയും, നാലാമൻ. അപ്പൊ അതിനകത്തുനിന്ന് 5ആമൻ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും നോക്കി പറയുന്ന ഒന്നിനെ തന്നെയാണ്, 6ആമൻ പറയുന്നത് ഒന്നുമല്ല. അപ്പൊ ഇവിടെയാണ് ഇവർക്ക് ചക്ഷുപ്രമാണം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നത് പോലെ അനുമാന പ്രമാണം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നത് പോലെ ഈ സത്യത്തിന് വേണ്ടി സത്യത്തെ അംഗീകരിക്കുന്ന ഒരു സത്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രമാണം അനിലിന്റെ ശബ്ദം നല്ലപോലെ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. അനിലിന്റെ ശബ്ദം ഒന്ന് മ്യൂട്ട് ചെയ്ത് പെട്ടെന്ന്. നമുക്ക് ഇതിനകത്തൊന്ന് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഏതായാലും അവോയ്ഡ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്കിവിടെ ഇങ്ങനെയുള്ള ഈ സ്ഥിതിയിൽ ഇവിടെ അപ്പം ദേവനെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ദേവനെ കുറിച്ച് എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഒന്ന്, ദേവനാണ് ലോകം സൃഷ്ടിച്ചത് എന്ന് അവർ പറയുന്നു. 2, ദേവനാണ് എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറയും.
അതായത് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നു എന്നുള്ളത്. 3, ഈ ദേവനാണ് ഇവരുടെ മരണശേഷം അവർക്ക് എന്താണോ അവർക്ക് കിട്ടുന്നത് അത് നല്ലതാക്കി കൊടുക്കുന്നത് ദേവനാണ്. അപ്പൊ ഇത്രയുമാണ്. അപ്പൊ ജനനത്തിന് കാരണം ദേവനാണ്. ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആരാധിക്കപ്പെടുന്നത് ആരാണ്. അപ്പൊ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇതിനെല്ലാം അപ്പൊ ഇതാണ് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ജഗത് യോനിഹി എന്നാണ് പറഞ്ഞല്ലോ, ജന്മാദ്യസ്യതഃ എന്ന് പറയും. ജഗതഃ യോനി, ജഗത്തിന്റെ കാരണമായിട്ടുള്ളത്. അപ്പൊ ജഗത്തിന്റെ കാരണം ബ്രഹ്മമാകുന്നു എന്നൊരിക്കൽ പറഞ്ഞ ശേഷം പറയുകയാണ്, അത് നിരൂപിക്കപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രത്തിലൂടെയാകുന്നു എന്ന്. അതായത് വേദത്തിലൂടെയാകുന്നു എന്ന് പറഞ്ഞാല് ബ്രഹ്മമാണ് ജഗതുത്പത്തിക്ക് കാരണമായത് എന്ന് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രമാകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കിയത്. അപ്പൊ നമുക്കത് എവിടുന്ന് മനസ്സിലാക്കാം? അതെന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു, വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, തസ്മാത്മാ ഏതസ്മാത് ആത്മന ആകാശസംഭൂതഃ. ഈ ആത്മാവിൽ നിന്ന്, ബ്രഹ്മത്തിൽ, പ്രകൃതം ബ്രഹ്മത്തിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശാത് വായു തുടങ്ങി, വായുരസ്ഥിതി അഗ്നിരാപഃ പൃഥിവി, പൃഥിവ്യാം ഓഷധയാ ഓഷധിഭ്യോ അന്നം, അന്നാത് പുരുഷഃ. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഈ ഒരു വ്യാപ്തി നമുക്ക് കാണാൻ, ജഗത്ത് ഇങ്ങനെ വിസ്തരിച്ചു വന്നതിൻ്റെതായ ഒരു വ്യാപ്തി നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇത് മുഴുവൻ വന്നതിന്റെ തുടക്കം ഈ ആത്മനഹ എന്ന് പറഞ്ഞ ആത്മാവിൽ നിന്നാണ്. അപ്പൊ ഇതാണ് പ്രമാണം എന്ന് പറയുന്നത്, ഇതാണ് ശാസ്ത്രയോനി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ബ്രഹ്മത്തിൽ നിന്നാണ് ജഗത്ത് ഉണ്ടായത് എന്നത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നതിനാലാണ് ഇത് നമ്മൾ സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരിടത്തും പറയുന്നതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ബ്രഹ്മത്തിന്റെ അസ്തിത്വം അതിനാല് ബ്രഹ്മത്തിൽ നിന്നാണ് ജഗത്ത് ഉണ്ടായത് എന്ന് പറയുന്നത് ജഗത്തിന്റെ അസ്തിത്വത്തെ സ്ഥാപിക്കുന്നത് ശാസ്ത്രമല്ല, പകരം ജഗത് കാരണം ബ്രഹ്മമാണ് എന്നുള്ളതിന്റെ അസ്തിത്വത്തെയാണ് ശാസ്ത്രം സ്ഥാപിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, അപ്പൊ ജഗത് കാരണം ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിന്റെ നിർവചനം അവിടെ കൊണ്ടുവരുന്നതും ശാസ്ത്രം തന്നെയാകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ബ്രഹ്മത്തിന്റെ നിർവചനം ശാസ്ത്രം രണ്ടു വിധത്തിൽ കൊണ്ടുവന്നിട്ട് പറയുന്നു. ജഗത്തിന്റെ കാരണമായിട്ടിരിക്കുന്നത് ബ്രഹ്മമാണ് എന്ന രീതിയിൽ ഒരു നിർവചനം. അപ്പൊ ആ നിർവചനത്തിനെയാണ് നമ്മൾ തടസ്സ ലക്ഷണം എന്ന് പറയുന്നത്. ജഗത്തിന്റെ കാരണം ബ്രഹ്മമാണ് എന്നുള്ളത് തടസ്സ ലക്ഷണമായിട്ട് പറഞ്ഞു. ഇതാകുന്നു ബ്രഹ്മത്തിന്റെ നിർവചനം. എന്താ ബ്രഹ്മത്തിന്റെ നിർവചനം? ജഗത്തിന്റെ സൃഷ്ടാവ്, ജഗത്തിന്റെ കാരണമായിട്ടുള്ളത്, ജഗതോത്പത്തി ഉണ്ടായത് എന്തിൽ നിന്നാകുന്നു, അതിനെ ഞങ്ങൾ ബ്രഹ്മം എന്ന് വിളിക്കുന്നു എന്ന് ശാസ്ത്രം പറഞ്ഞു. അപ്പൊ അതാണ് നമുക്ക് ബ്രഹ്മം എന്ന് കിട്ടുന്നത്. ആ തരത്തിലേ ബ്രഹ്മം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഉടനെ നമ്മൾ ചോദ്യം ഇതാണ്, രണ്ടാമത്തെ ലക്ഷണത്തെ എങ്ങനെ പറയാൻ പറ്റുന്നു? അപ്പൊ ഇവിടെ ഒരാൾ പറയുകയാണ്, ജഗത്തിന്റെ കാരണം ബ്രഹ്മമാണ് എന്നുള്ളതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനാല് ജഗത്തിനകത്ത് പല വസ്തുക്കൾ ഉണ്ടല്ലോ. അപ്പൊ ആ ജഗത്ത് പല വസ്തുക്കൾ ഉള്ളതിനകത്ത് ഘടാകാരമുണ്ട്, പടാകാരമുണ്ട്, പിന്നെ പല ആകാരങ്ങളുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതിനകത്ത് തസ്മാ, അപ്പൊ അതുകൊണ്ട് എന്താ എടുക്കുന്നത്? അതിനാല് ജഗത്തിന് ഉത്പത്തിക്ക് കാരണമായത് ബ്രഹ്മത്തിനെ ഞങ്ങൾ ഈശ്വരൻ എന്ന് വിളിച്ചിട്ട് പറയുന്നു, ഈശ്വരൻ ഈ തരത്തിൽ ആകാരമാണ്. ഒരു തരത്തിൽ ആകാരത്തെ കുറിച്ചിട്ട് പറയുന്നു, പർവ്വതാകാരമാണ്. ഈ പർവ്വതത്തിന്റെ ആകാരമാണ് ഈശ്വരൻ. പിന്നെ വേറൊരാൾ പറയുന്നു, ഈ പർവ്വതത്തിന്റെ മുകളിൽ കാണുന്ന അഗ്നിയുടെ ആകാരമാണ്. കാരണം അഗ്നി പർവ്വതത്തിന്റെ മുകളിൽ നിന്നുള്ള അഗ്നിയിൽ നിന്നും ഈ ജഗത്തുണ്ടാക്കുന്ന മഹാശക്തി അവിടെ അഗ്നിയുടെ രൂപത്തിൽ പ്രകടമാണ്. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും അതിന്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ടു. പക്ഷെ ആ വ്യാഖ്യാനങ്ങള് അത് വ്യാഖ്യാനങ്ങളാണ്, അല്ലെങ്കിൽ അത് അവരുടെയൊക്കെ അഭിപ്രായങ്ങളാണ്. വേദത്തില് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് ജഗത്തുണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നിർവചനം എന്ന് പറയുന്നത് സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്ന സ്വരൂപ ലക്ഷണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മം സത്യമാകുന്നു, ബ്രഹ്മം ജ്ഞാനമാകുന്നു, സത്യം
ജ്ഞാനമനന്തം ബ്രഹ്മ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സ്വരൂപലക്ഷണം പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ സ്വരൂപലക്ഷണം കൂടെ പറയുന്നുണ്ട്. തടസ്ഥലക്ഷണം പറയുന്നതിനോടൊപ്പം തന്നെ സത്യജ്ഞാനം ബ്രഹ്മവിദാപ്തോതി പരം, ഈ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ തസ്മാത് വാ ഏതസ്മാതാത്മന. അപ്പൊ ഈ ഒരു 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 തുടർച്ച കാണാം. ബ്രഹ്മത്തെ അറിയുന്നവൻ പരത്തെ പ്രാപിക്കുന്നു, അതേപോലെ സത്യജ്ഞാനം അനന്തമാകുന്നു ബ്രഹ്മം. ആ ബ്രഹ്മമാണ് ആത്മാ എന്നുള്ളതിനാണ് തസ്മാത് വാ ഏതസ്മാതാത്മന, ആ ബ്രഹ്മത്തിൽ നിന്ന് ജഗത്തുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ക്രമം കാണിക്കുന്നത്. അപ്പോൾ ഈ ക്രമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യം ജ്ഞാനം അനന്തമാകുന്നു ബ്രഹ്മം. ഇപ്പം ബ്രഹ്മത്തിന് നിർവചനം കിട്ടി. ആ ബ്രഹ്മത്തിനെയാണ് ഇപ്പം ബ്രഹ്മം എന്ന് എല്ലാവരും പറയുന്നില്ല. കാരണം ബ്രഹ്മം എന്ന് പറയുന്നത് ശാസ്ത്രം നൽകിയ വാക്കാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ രീതിയില് ദേവനെന്ന്, ദേവിയെന്ന്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മതത്തിന്റെ രീതിയില് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മളിവിടെ മതം എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യർ അറിയപ്പെടുന്നത് ഷൺമത സ്ഥാപകൻ എന്നാണ്. 6 മതങ്ങളുടെ പേറ്റന്റ് ശങ്കരാചാര്യർക്കുണ്ട്. അതുകൊണ്ടാണ് ഷൺമത സ്ഥാപകാചാര്യായ നമഃ. 6 മതം, ശക്തയ മതം. അതായത് ആ 6 മതങ്ങളുടെ പേര് ഇദ്ദേഹത്തിന്, മതങ്ങളുടെ സ്ഥാപകൻ എന്നുള്ള പേര് ഇദ്ദേഹത്തിന് കിട്ടി എന്നാണ് അവിടെ പറയുന്നത്. ഒരു 6 മതങ്ങളെ ശരിക്കും അത് പേറ്റന്റ്, ഇന്നത്തെ കാലത്ത് പേറ്റന്റ് എടുക്കുന്ന പോലെയാണ്. ചില കാര്യത്തിലുണ്ടല്ലോ, തേപ്പിന്റെ ഔഷധ ഗുണത്തിന് അല്ലെങ്കിൽ മഞ്ഞളിന്റെ ഔഷധ ഗുണത്തിന് ആൾക്കാർ കൊണ്ട് പേറ്റന്റ് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞളിലേക്ക് ഔഷധ ഗുണം ഉണ്ടാക്കി വിട്ട ആളല്ല ഈ പേറ്റന്റ് എടുത്തത് എന്ന് പറയുന്നത് പോലെ വൈദികമായിട്ടുള്ളതാണ് ശിവാരാധന, വൈദികം തന്നെയാണ് ദേവി ആരാധന. അപ്പൊ ഈ ആരാധനകളെ ഇങ്ങനെ പല വിധത്തിൽ പല രീതിയിൽ പലതും ചെയ്തുകൊണ്ട് നടക്കുന്നതിനെ ക്രോഡീകരിച്ച് ഒരു സമ്പ്രദായം, അപ്പൊ ആ ഒരു സമ്പ്രദായത്തിലാക്കി പുതുതായിട്ട് കൊടുത്തതുമല്ല, പകരം ഈ സമ്പ്രദായം ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതിനെ, അത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ് ഇവരുടെ പോക്ക് എന്ന് എടുത്തു കാണിച്ചു. അതായത് ശൈവാരാധന ഇപ്രകാരമാകുന്നു, ഇത് മറ്റുള്ളതുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. ശാക്തേയ ആരാധന ഇപ്രകാരമാകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സമ്പ്രദായം കാണാം. അപ്പൊ ശൈവ ആരാധന സമ്പ്രദായം ഒരു മതമാകുന്നു, അതിനാണ് ശൈവമതം. ശാക്തേയ ആരാധന സമ്പ്രദായം, അപ്പൊ അവിടെ മതം എന്ന് പറയുമ്പോൾ അതൊരു ജീവിതവും കൂടിയാണ്. മതവും ജീവിതവും വേറെയല്ല. അപ്പൊ ശൈവാരാധന സമ്പ്രദായ പ്രകാരമുള്ള ജീവിതം ശൈവ അനുയായിയുടെ ജീവിതം. അപ്പോഴാണ് ശൈവമത അനുയായിയാകും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പോക്ക്. അപ്പൊ ഇങ്ങനെ എത്ര മതങ്ങൾ കാണാം. അപ്പൊ ശങ്കരാചാര്യ 6 മതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആരാധനാ സമ്പ്രദായങ്ങളോട് കൂടിയ ജീവിതക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതേമാതിരി അനേകം വേറെയുമുണ്ട്. പല ആൾക്കാരെ അപ്പം പല രീതിയിൽ അവിടെ ആരാധനാക്രമങ്ങൾ ഉണ്ടാക്കി, അതെല്ലാം ഓരോ മതങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് പിന്നീട് പറയപ്പെട്ടത്. അതിനാൽ ഹൈന്ദവ മതം അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ അനേക മതങ്ങളുടെ ഒരു സമുച്ചയമാകുന്നു. ശരിയാ? ഇവരെല്ലാരെയും കൂടെ കൂട്ടിച്ചേർത്തതിനെയാണ് ഒരു ഹൈന്ദവ മതം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായ എല്ലാത്തിനെയും കൂടെ കൂട്ടിച്ചേർത്തു എന്നുള്ളതല്ല, പകരം പലവിധ ആരാധനകളെ അത് കൊണ്ടു നടക്കുന്ന ആൾക്കാര് എല്ലാം ഒന്നിന്റെ തന്നെ ഭാഗങ്ങളാണ് എന്ന് കാണിച്ചു തരുന്ന തരത്തിലുള്ളതാണ് ഈ ഹിന്ദുമതം എന്ന് പറയുന്നത്. അതായത് ശൈവാരാധന ഈ വൈദിക പ്രമാണ വിരോധിയായിട്ടുള്ളത് വേദപ്രമാണത്തിന് വിരോധം. വേദപ്രമാണം നൽകിയതാണ് ശൈവാരാധന. വേദപ്രമാണം തന്നെ ആരാധിക്കുകയാണ്. ശാസ്ത്രീയ ആരാധന നിൽക്കുന്നത് എല്ലാം. തദ്ബ്രഹ്മ തത്ശിവഃ സബ്രഹ്മ സശിവഃ സഹരിസേന്ദ്ര സ്വക്ഷര പരമസ്വരാട് സഹ ബ്രഹ്മ ബ്രഹ്മമാകുന്നു, സശിവഃ ശിവനാകുന്നു, സഹരിഹി ഹരിയാകുന്നു. ഇങ്ങനെ നമ്മൾ കാണുന്നത് മന്ത്രങ്ങളിലുണ്ടല്ലോ. ഇങ്ങനെ സ ഇന്ദ്രഃ അവൻ ഇന്ദ്രനാകുന്നു, സ വിരാടം വിരാടാകുന്നു. പിന്നെ പല രീതിയിൽ നമ്മൾക്ക് കാണാം. ഏകം സദ്വിപ്രാവൃതാവതന്തി, സത്ത് ഒന്ന് തന്നെയാണ്, വിപ്രന്മാർ പല രീതിയിൽ പറയപ്പെടുന്നു. ഇതൊക്കെ ഈ മാതിരിയുള്ള മന്ത്രങ്ങളിലൂടെയൊക്കെ ഈ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്.
ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അറിയുന്നവര് വളരെ കുറവായിരിക്കാം. അറിയാത്തവരാണെങ്കിൽ അവര് കയറിയിട്ട് എന്താണ് അവര് കയറി പുരപ്പുറത്ത് നിന്ന് കൂടിക്കളയും. നിങ്ങളാണ് പറയുന്നത്, അതിനപ്പുറത്ത് വേറൊന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട് അവർ കയറി പറഞ്ഞു. അപ്പൊ അവര് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരും കൂടും. മറ്റവരൊന്നും പറയാൻ നിൽക്കില്ല. അവര് അത് പറയണോ ഇത് പറയണോ ഏതാണ് പറയേണ്ടതെന്ന് ആലോചിച്ച് വരുമ്പോഴത്തേക്ക് മറ്റവർ ഏതെങ്കിലും ഒന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെല്ലാം കയ്യിലെത്തി. അതാണ് ഇങ്ങനെ പറയുമ്പോഴാണ് ദന്ത്രമ്യമാണ പര്യന്തി മൂഢ അന്തേനൈവ നിയമാന യഥാന്താഹ. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരാൾ പറയുന്നതും കേട്ടുകൊണ്ട് ബാക്കിയുള്ളവരില്ല ഇവൻ പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പര്യന്തി മൂഢാഹ, അവന്റെ പിന്നാലെ കറങ്ങിക്കൊണ്ടേ. അതാണ് മൂഢന്മാർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ശാസ്ത്രയോനിത്വം എന്ന് പറയുന്ന ഈ സൂത്രം പഠിക്കുന്നതിലൂടെ നമുക്കൊരു വ്യക്തത വരും. അതായത് ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമുക്ക് നിർവചനം ഉണ്ടായിരിക്കണം. ജഗത് കാരണം ആണ് ഈശ്വരൻ. ഇതാണ് നിർവചനം. ആ ഒരു സിമ്പിൾ നിർവചനം എടുത്തു കഴിഞ്ഞു. ജഗത് കാരണം എന്ന് ആര് പറഞ്ഞിരിക്കുന്നു അതും നമ്മൾ അറിയണമല്ലോ. ഞാൻ സ്വയം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ജഗത് കാരണം മിസ്റ്റർ സോ ആൻഡ് സോ ആണ്. അതായത് ജഗത് ഉണ്ടാക്കിയത് ഈ ഒരു വ്യക്തിയാണ്. ഒരു പേരും കൊടുത്തിട്ട് പറയുന്നത് ഈ പേരിലുള്ള ഈ വ്യക്തിയാണ് ജഗത്ത് ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ തന്നെ പറയുകയാണ് ഈ പേരിലുള്ള വ്യക്തിയാണ് ഈ ഉണ്ടാക്കിയ ജഗത്ത് ഇല്ലാതാക്കുന്നത്. ഇത് അപ്പോഴേക്കും മറ്റുള്ള ഒരാൾ പറയുകയാണ് നിങ്ങൾ പറയുന്നത് സത്യമല്ല. ഉടൻ തന്നെ ഞാൻ പറയുകയാണ് ഞാൻ പറയുന്നത് സത്യമല്ല എന്ന് നീ സ്ഥാപിക്കാത്തടത്തോളം കാലം നിനക്ക് പറയാനാണ് സാധിക്കുക. മറ്റവൻ പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക. അവിടെ ഇവൻ പറയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമ്മൾ തമ്മിലുള്ള ഈ തർക്കമുണ്ടല്ലോ, നമുക്ക് ഒരു ഓപ്പൺ ഫൈറ്റ് തന്നെ നടത്താം. നീ വാളെടുക്കുക, ഞാനും വാളെടുക്കാം, ആര് ജയിക്കുന്നു അവൻ പറയുന്നു സത്യം. ഈ തരത്തിലേക്ക് അത് മാറിയാൽ അവിടെ എന്താണ് ശാസ്ത്രത്തിനൊന്നൊരർത്ഥവുമില്ല. ഏതാണ് തൻകാര്യം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അങ്ങനെ കിട്ടുന്നത്. അപ്പൊ ആ തരത്തിലുള്ള കൺഫ്യൂഷനിൽ നിന്ന് നമ്മളെ മുക്തമാക്കുന്ന ഒന്നാണ് ഈ ശാസ്ത്ര യൂനിത്വ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സൂത്രം. ഇവിടെ നമുക്കൊരു വ്യക്തത നൽകുന്നു. അതായത് ഈശ്വരന്, ബ്രഹ്മം, ഇതൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വേദത്തിലൂടെയാകുന്നു. അതുകൊണ്ട് വേദമാകുന്ന പ്രമാണം വേദം മാത്രമാകുന്ന പ്രമാണം. വേദം പ്രമാണമാണ്, പല പ്രമാണങ്ങളിൽ ഒന്നാണ് എന്നല്ല, വേദം മാത്രമാകുന്നു പ്രമാണം. ആ ഒരു ക്ലാരിറ്റിയോടുകൂടി നമ്മൾ നോക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ സൂത്രത്തിന്റെ അർത്ഥം നിൽക്കുന്നത്. ഒരു വ്യാപ്തി അതിനുണ്ടെങ്കിൽ കൂടിയും ഇതിന്റെ ഈ സൂത്രം നിൽക്കുന്നത് ബ്രഹ്മത്തിന്റെ കാര്യത്തിലാണ്. ജഗത്യോനിയാണ്, ജഗത്തിന്റെ കാരണമാണ് ബ്രഹ്മം എന്ന ജ്ഞാനം ശാസ്ത്രയോനിത്വം. അപ്പം ബ്രഹ്മമാണ് ജഗത്തിന്റെ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ എന്താ മനസ്സിലാക്കുന്നത് ബ്രഹ്മത്തെ അറിയുവാൻ ശാസ്ത്രത്തിലൂടെ സാധ്യമാവത്തുള്ളൂ എന്നതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ ഈ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ജഗത്തിന്റെ കാരണം ബ്രഹ്മമാണെന്ന് നമ്മൾ അറിയുന്നത് ശാസ്ത്രത്തിലൂടെയാണെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്നത് ഏതിൽ കൂടെയാണെന്ന് ആ ശാസ്ത്രത്തിലൂടെ തന്നെ മാത്രമേ ബ്രഹ്മത്തെ അറിയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ സൂത്രത്തിന്റെ അർത്ഥം ഇവിടെയാണ് പറയുന്നത്, ബ്രഹ്മത്തെ അറിയുവാൻ സാധിക്കുന്നത് ശാസ്ത്രത്തിലൂടെ മാത്രമാണ്. ഇതാണ് ഒരു നിർവചനം. അപ്പൊ അതിനുള്ള നിർവചനമാണ് ഏതാണ്? ശാസ്ത്രം യോനിഹി പ്രമാണം യസ്യ ബ്രഹ്മ. ശാസ്ത്രം ഏതൊരു ബ്രഹ്മത്തിന്റെ യോനിയാവുന്നു, പ്രമാണമാവുന്നു. ഇത്രയാണ്. അത് വാലിഡാണ്. അപ്പൊ ഇത്രയും എത്തിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ മറ്റേ നിർവചനം എന്താ? മറ്റേ നിർവചനം എന്ന് പറയുന്നത് ശാസ്ത്രസ്യ യോനി. ശാസ്ത്രമുണ്ടായത് ആരാൽ, എന്തിനാൽ? അപ്പൊ അവിടെ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രമാവത്തില്ലല്ലോ. മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ കണ്ടത് ഇതാണ്, മറ്റവൻ കണ്ടത് ഇതാണ്, ഒരു കൂട്ടം ആൾക്കാർ കണ്ടു, ഇങ്ങനെ പറഞ്ഞാലും ആവണമെന്നില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് എന്താ മരീചിക ഒരുവൻ മുന്നേ പോകുന്നവൻ കണ്ടു കാനൽ ജലം എന്നാണ് പറയുന്നത്.
അതായത് മരിപ്പച്ചയല്ല മരീചിക. കാനൽ ജലം കണ്ടു, വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ കണ്ടു. മുന്നേ പോകുന്നവൻ ഒന്നാമത് പോകുന്നവൻ കണ്ടു, രണ്ടാമത് പോകുന്നവൻ കണ്ടു, മൂന്നാമത് പോകുന്നവൻ കണ്ടു, 10 പേരും 20 പേരും കണ്ടു. പോകുന്നവനെല്ലാം കാണും. നമ്മള് ഇപ്പം ടാർ റോഡിൽ കൂടെ നല്ല ചില നിമിഷമുള്ള ടാർ റോഡിൽ കൂടെ പോകുമല്ലോ, വലിയ ഹൈവേയിൽ കൂടെ. അങ്ങനെ വരുമ്പോഴാണ് ഒരേപോലെ നിരന്ന് കിടക്കുന്ന റോഡിൽ കൂടെ പോകുമ്പോൾ ദൂരെയാണെങ്കിൽ വെള്ളം തളം കെട്ടി കിടക്കുന്നത് പോലെ റിഫ്ലക്ഷനോട് കൂടിയിട്ട് വെള്ളം കിടക്കുന്ന പോലെ ഉള്ളതാണ്, ക്ലീൻ ആയിട്ട് കാണും. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ആ വഴി പോകുന്ന എല്ലാ വണ്ടിക്കാരും കണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അനേകം പേര് കണ്ടു എന്നത് കൊണ്ട് അത് സത്യമാകും. അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് പറയുകയാണ്, അപ്പൊ ഇത് പലരും കണ്ടിട്ടുണ്ട് അതുകൊണ്ടൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇവിടെ സത്യമാവത്തില്ല. അപ്പൊ ശാസ്ത്രം സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലര് പറഞ്ഞിട്ടുണ്ട് അതിനാൽ അത് വേദം സത്യമാണ്, പല ഋഷിമാർ പറഞ്ഞിട്ടുണ്ട് അതിനാൽ വേദം സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാഖ്യാനം വരികയോ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവന്നാൽ ആ ആർഗ്യുമെന്റ് തെറ്റാണ് എന്ന് പറയാം. പല ഋഷിമാർ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് വേദം സത്യമാണ് അങ്ങനെയും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ അതിനും പ്രമാണം ഇതാണ് ശാസ്ത്രയോനിത്വ. ശാസ്ത്രം പ്രമാണമാണ് എന്നത് പല ഋഷിമാർ അറിഞ്ഞു എന്നതുകൊണ്ടല്ല, പകരം ശാസ്ത്രസ്യ യോനി എന്ന് പറയുന്നത് ബ്രഹ്മമാകയാൽ, ശാസ്ത്രം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി, അതിനാൽ അത് പ്രമാണം. അങ്ങനെയാണ് അതിന് പോകും. അതായത് അതാണ് ശാസ്ത്രയോനിത്വം എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യാഖ്യാനം. ഇത് നമുക്ക് ശാസ്ത്രയോനിത്വം എന്നുള്ളതിന് കോട്ട് ചെയ്യാനുള്ള മന്ത്രങ്ങളുണ്ട്, അത് നമുക്ക് ആദ്യം. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം.